മുഅ്മിനീങ്ങളുടെ അമീർമാർ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി മാറിയപ്പോഴാണ്. അദ്ദേഹമാണ് സ്വന്തമായി അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറാണ് എന്ന പേര് സ്വീകരിച്ചതെന്ന് കാണാൻ സാധിക്കും. ജനങ്ങളുടെ കൂട്ടത്തിൽ ആ പേര് സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാളും അദ്ദേഹമായിരുന്നു. എത്രത്തോളം നമുക്ക് പറയാം, അന്ന് ഭൂമി ലോകത്തുള്ള ഏറ്റവും ഖൈറുള്ള മനുഷ്യൻ ഉമർ അല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനല്ലാഹ്. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ഭൂമി ലോകത്ത് അദ്ദേഹത്തെക്കാൾ ഖൈറുള്ള ഒരു മനുഷ്യനില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ഖൈറുൽ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് ശേഷം ഏറ്റവും ഖൈറുള്ളയാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ശേഷമേ ബാക്കിയുള്ള സഹാബികൾ പോലും വരികയുള്ളൂ. അപ്പോൾ ഭൂമി ലോകത്ത് ഏറ്റവും ഖൈറുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്. ആ പേര് വിളിക്കപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് അൽ ഫാറൂഖ്, ഉമർ അൽ ഫാറൂഖ് എന്ന പേരുമുണ്ട്. നന്മയും തിന്മയും എല്ലാം വേർതിരിക്കുന്നവൻ എന്ന പേരുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള മഹാനായ സ്വഹാബിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയായിട്ട് ഉമർ ഫി ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് തന്നെ മതിയായതല്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്വർഗ്ഗത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ സ്വഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്തുണ്ടായി, പ്രതാപമുണ്ടായി. ആളുകൾ ധൈര്യത്തോടുകൂടി ഇസ്ലാം ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കടന്നുവരവോടുകൂടി മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തിയും ധൈര്യവും എല്ലാം ഉണ്ടായി. കാരണം അദ്ദേഹം ധീരനായിരുന്നു, അദ്ദേഹം വലിയ ധീരനായിരുന്നു. ആളുകൾക്ക് അദ്ദേഹത്തോട് വലിയ ഭയവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാംഭീര്യത്തിൽ ആളുകൾ അത്ഭുതപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള മഹാനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലേക്ക് വന്നാൽ ആ വഴിയിലൂടെ പിശാച് പോലും വരാൻ ഭയപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മഹത്തരമായ ഒരുപാട് ശ്രേഷ്ഠതയുള്ള മഹാനായ സ്വഹാബിയാണ് അദ്ദേഹം. ചെറിയ വിശദീകരണത്തോടുകൂടി പോകുന്ന ഹദീസ് ക്ലാസ് ആയതിനാൽ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ ശപിക്കട്ടെ എന്ന് പറയുന്നവരാണ് ഷീഈ റാഫിദകൾ എന്നുള്ള കാര്യം മുഅ്മിനീങ്ങൾ അറിയാതെ പോകരുത്. പല മുസ്ലിമീങ്ങൾക്കും അത് അറിയില്ല. നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. അവർക്കറിയില്ല ഇന്ന് ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം, അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ മജൂസിയുടെ ഖബർ അത് ആരാധിക്കപ്പെടുന്നു. ആ മജൂസിയുടെ സഹോദരങ്ങളെ, അയാളുടെ ആ വൃത്തികെട്ട ഖബർ അതിന്നും അവിടെ ആരാധിക്കപ്പെടുന്ന ഒരു ജാറമാണ്. അവർ പൊളിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇസ്ലാമിന്റെ ശത്രുവാണ്. ഉമറിനെ കൊന്നവൻ ഇസ്ലാമിന്റെ രക്ഷകനുമാണ്. അതുകൊണ്ട് അവർ അത് പൊളിക്കുകയുമില്ല. അത് അവരുടെ അഖീദയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ഇവിടെ വലിയ ഇസ്ലാമിന്റെ നേതാവാണെന്ന് മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകൾ അഭിമാനത്തോടുകൂടി എഴുതി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കടന്നു വരുന്ന വഴിയിൽ നമ്മുടെ അടുത്ത പ്രദേശമായ ചാലാട് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വലിയൊരു ഫ്ലക്സ് കാണുകയാണ്. ഈ ഖുമൈനിയുടെ പേര് പുകഴ്ത്തിക്കൊണ്ട് ഷഹീദാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പല സ്ഥലത്തും ഉണ്ടാകാം, ചിലപ്പോൾ കണ്ണൂർ സിറ്റിയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുസ്ലിമീങ്ങൾ തിങ്ങിക്കൂടുന്ന എന്നാൽ അറിവില്ലാത്ത സാധുക്കളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട്. ആളുകൾക്ക് അറിയുന്നില്ല. ആളുകൾ പലപ്പോഴും അമേരിക്കക്കെതിരെ ആരാണോ ശക്തമായി നിലകൊള്ളുന്നത് അവരെല്ലാം ഇസ്ലാമിന്റെ ആളുകളാണെന്നാണ് ധരിക്കുന്നത്. സഹോദരർ, ഒറ്റ ചോദ്യം, അബൂബക്കറിനെയും ഉമറിനെയും നമ്മുടെ ഉമ്മമാരായ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ശപിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? സുബ്ഹാനല്ലാഹ്, എവിടെ പോയി മനുഷ്യരുടെ ബുദ്ധി? എവിടെ പോയി? അവർ അമേരിക്കക്കെതിരെ എതിരാണ് എന്നുള്ളത് കൊണ്ട് ഉമറിനെ വെറുക്കുന്ന ഒരാളെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? എന്ത് ബുദ്ധിയാണ്, എന്ത് ഇസ്ലാമിന്റെ പ്രാഥമിക വിവരമാണ് നിനക്കുള്ളത്? ഉമറിനെ ശപിക്കുന്നവനെ നീ സ്നേഹിക്കുകയോ? നിന്റെ ഉപ്പയെ ശപിക്കുന്നവനെ, നിന്റെ ഉമ്മയെ വ്യഭിചാരിയാണെന്ന് പറയുന്നവനെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? അത് അവരുടെ അഖീദയാണ്, ഇത് അവരുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. അതവരെത്ര മറച്ചു വെച്ചാലും അവരുടെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ അവർക്ക് നിഷേധിക്കാനാകാതെ ചില ആളുകൾ പറയാൻ, ഇന്നത്തെ ഭരണാധികാരികളൊന്നും അങ്ങനെയല്ല. നഊദു ബില്ലാഹ്, അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അവർക്ക് ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി പലപ്പോഴും അവർ ഇന്ന് വലിയ ചർച്ചകളിലും മറ്റുമൊക്കെ അത് പറയാറില്ല. പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. അവരുടെ പണ്ഡിതന്മാർ അത് മടിയില്ലാതെ പറയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അബൂബക്കറും ഉമറും കാഫിറാണെന്ന് പറഞ്ഞാലല്ലാതെ നിനക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന്. സൗദി അറേബ്യയുടെ ഭരണം അവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, മദീന അവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമയുടെയും ഖബറുകൾ അവിടുന്ന് പുറത്തെടുത്ത് കളയുമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടെ രണ്ട് ഖബറുള്ളത് അവർക്ക് സഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ചതാണ്. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് തന്നെ കിടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. അവരുടെ ഖബറിടമാകട്ടെ റൗളത്തും മിൻ റിയാദിൽ ജന്നയ, സ്വർഗീയ പൂന്തോട്ടങ്ങളിൽപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ മൂന്ന് പേരും ഒരുമിച്ച് സ്വർഗത്തിൽപ്പെട്ട ആളുകളാണ്. അത്രയും മഹാനായ സ്വഹാബിയെ ശപിക്കുന്നതിൽ ഇവർക്ക് യാതൊരു പ്രയാസമില്ല. ഇത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മദ്രസകളിൽ പഠിച്ചു വന്നിരുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ ആളുകൾ ഇനി അബൂബക്കറിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, ഉമറിനെ കുറിച്ച് ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ചരിത്രമൊക്കെ ഒരുപാട് വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് തശ്കീക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം അങ്ങനെയാണ് ആളുകൾ വൈദറ്റിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഒരുത്തിന് ചെയ്യാനാക്കാൻ സാധിക്കുകയില്ല. സഹാബികളൊന്നും ഇങ്ങനെ പറയുന്നത് പോലെ എല്ലാവരും എടുക്കാനൊന്നും പറ്റില്ല. ശരിക്കും ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് ചില ഗ്രന്ഥങ്ങളൊക്കെ അത് പുറത്തേക്ക് ഇറക്കും. ആ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇല്ലാത്ത കളവുകൾ
സഹോദരങ്ങളെ, പച്ചക്കളവുകൾ, ഒരു തെളിവുമില്ലാത്ത കളവുകൾ സ്വഹാബികളെ കുറിച്ച് അവർ അങ്ങനെ ചെയ്തിരുന്നു, അവരിങ്ങനെ ചെയ്തിരുന്നു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ ശ്രമിച്ചവരാണ്, അവർ ഖുർആനിലുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചവരാണ്, ഖുർആനിന്റെ ആശയങ്ങളെ മൂടിവെച്ചവരാണ്, ഖുർആനിലെ പല ഭാഗങ്ങളും അവർ കത്തിച്ചു കളഞ്ഞു എന്ന രൂപത്തിലുള്ള ഒരു നിലക്കും സഹോദരങ്ങൾ തെളിവില്ലാത്ത, ചരിത്രരേഖയിൽ എവിടെയോ തെളിവില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഈ മജൂസി ഷിയാക്കൾ എഴുതി ഉണ്ടാക്കുകയാണ്. മലയാളത്തിൽ അത് പ്രചരിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ഒന്നാമത്തെ ഘട്ടത്തിൽ വായിക്കും. അടുത്ത സമൂഹത്തിലേക്ക് എത്തുമ്പോൾ സ്വഹാബികളെ ശ്രേഷ്ഠത അറിയാത്തതായ കുട്ടികളായിരിക്കും ഉണ്ടാവുക. അവരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അവർ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ നാടും ഇതുപോലെ ലോകത്തുള്ള ഷിയാക്കൾ നിറഞ്ഞതുപോലെയുള്ള നാടാക്കാനാണ് അവരുടെ പരിശ്രമം. സഹോദരങ്ങൾ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ ഈ സ്വഹാബിമാരുടെ ശ്രേഷ്ഠതകളും അവരുടെ ഫദ്ലും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ സ്ഥാനവും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതിന്റെ കാരണമാണ് ഈ കാണുന്ന ഫ്ലക്സുകളെല്ലാം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈമാനുള്ള ഒരു മുസ്ലിമിന്, അവരുടെ സ്വഹാബത്തിന്, അഥവാ സ്വർഗ്ഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ അബൂബക്കറിനെയും ഉമറിനെയൊക്കെ ശപിക്കുന്ന ഒരുവന് അവൻ ഷഹീദാണ്, ഇസ്ലാമിന്റെ ആളാണ് എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നത്? എന്നാൽ ഇപ്പുറത്ത് ഈ സ്വഹാബികളുടെ ശ്രേഷ്ഠതകൾ വിളംബരം ചെയ്യുന്ന, അവരെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദർസുകൾക്കെല്ലാം സജ്ജീകരണം ചെയ്യുന്ന മറ്റു മുസ്ലിം രാജ്യങ്ങളെ അവർ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. നമ്മളാരും ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും എല്ലാ നിലക്കും 100% ഇസ്ലാം പെർഫെക്റ്റ് ആണെന്ന് നമ്മളാർക്കും വാദമില്ല. പക്ഷെ അവരെല്ലാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുള്ള ആളുകളാണെന്ന് യാതൊരു സംശയവുമില്ല. അവരാരും ഷിയാക്കളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബിദ്അത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുന്നവരല്ല. മറിച്ച് സ്വഹാബികളുടെ അഖീദയാണ് പഠിക്കേണ്ടത് എന്ന് പറയുന്നവരാണ്. അവരെ ആളുകൾ വെറുക്കുകയും ചെയ്യുന്നു. സ്വഹാബികൾ വെറുക്കുന്നവരെ ആളുകൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്താണ് അവസ്ഥ? കാരണം ജനങ്ങൾ അടിസ്ഥാനം തന്നെ മറന്നിരിക്കുന്നു.